പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. മെയ് 1 മുതൽ രാജ്യത്തെ LPG വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയും കണക്കിലെടുത്താണ് മാറ്റം. സിലിണ്ടർ എപ്പോൾ ബുക്ക് ചെയ്യണം, വില, ഡെലിവറി ട്രാക്ക് എന്നിവയിലാണ് മാറ്റം വരുന്നത്. ബിസിനസ് ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം LPG സിലിണ്ടറുകൾ എത്ര തവണ ബുക്ക് ചെയ്യണമെന്നതിൽ സർക്കാർ മാറ്റം കൊണ്ടുവരും. സിലിണ്ടറുകൾ അനാവശ്യമായി ബുക്ക് ചെയ്ത് കൂട്ടിവെക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്. നിലവിൽ നഗരപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്ക് ചെയ്ത് 21 ദിവസത്തിന് ശേഷം അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇനി അത് 25 ദിവസമാക്കും. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായി ഉയർന്നേക്കാം. നിലവിൽ തുടരുന്ന OTP സംവിധാനവും തുടരും. ശരിയായ ഉപഭോക്താവിന്റെ കയ്യിലാണോ സിലിണ്ടർ എത്തിയതെന്ന് തിരിച്ചറിയാനാണ് ഇത്. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള eKYC നിർബന്ധമാക്കും. സിലിണ്ടറിന് ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ eKYC നിർബന്ധമാണ്. മെയ് 1 മുതൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. LPG വിതരണം കുറയ്ക്കാൻ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ എടുക്കാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. സിലിണ്ടർ ബുക്കിംഗിനായി ഏജൻസികൾ നേരിട്ട് വിളിക്കുന്നതിന് പകരം IVRS മിസ്ഡ് കോൾ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഹായ് എന്നോ റീഫിൽ എന്നോ സന്ദേശം അയച്ചാൽ മതിയാകും. SMS വഴിയും വെബ്സൈറ്റ് വഴിയും LPG സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കമ്പനികൾ ഒരുക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ആഗോള ഊർജ്ജ വിപണിയിൽ ഉണ്ടായ തടസ്സങ്ങൾ ഇന്ത്യയിലെ LPG വില വർധനവിന് കാരണമായി. മാർച്ച് മുതൽ ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില 60 രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വില ഒരു മാസത്തിനുള്ളിൽ 3 തവണ വർദ്ധിച്ചു. പ്രധാന നഗരങ്ങളിൽ ഏപ്രിൽ 193 രൂപ മുതൽ 220 രൂപ വരെയാണ് വർധനവ്. എണ്ണ കമ്പനികൾ പ്രതിമാസ വില അവലോകനം നടത്തുന്നതിനാൽ മെയ് 1 മുതൽ മറ്റൊരു പരിഷ്കരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സുപ്രധാന നയപരമായ നീക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുന്ന വീടുകളിൽ LPG സിലിണ്ടറുകളിൽ നിന്നും പൈപ്പ് ചെയ്ത പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. നിലവിലുള്ള PNG കണക്ഷനുള്ള ഉപഭോക്താക്കൾക്ക് പുതിയ LPG കണക്ഷനുകൾക്കായി അപേക്ഷിക്കുന്നതിനോ പഴയ വിതരണങ്ങൾ തുടരുന്നതിനോ വിലക്കുണ്ട്. കൂടാതെ 3 മാസത്തിനുള്ളിൽ മാറുന്നതിൽ പരാജയപ്പെട്ടാൽ വീടുകൾക്ക് LPG വിതരണം നിർത്തലാക്കേണ്ടി വരും. 2026 മാർച്ച് മുതൽ 5.45 ലക്ഷത്തിലധികം PNG കണക്ഷനുകൾ സ്ഥാപിച്ചു. 2.62 ലക്ഷം കണക്ഷനുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള ശേഷിയുണ്ട്. വിതരണ സമ്മർദ്ദങ്ങൾക്കിടയിലും ഗാർഹിക ഉപഭോക്താക്കൾ, നിർണായക മേഖലകൾ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർക്ക് സർക്കാർ മുൻഗണന നൽകി. 5 കിലോ സിലിണ്ടറുകൾക്കുള്ള വിതരണം ഇരട്ടിയാക്കി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത eKYC നിർബന്ധമാണ്. സബ്സിഡികൾ തുടർന്നും ലഭിക്കുന്നതിന് സാമ്പത്തിക വർഷത്തിൽ ഒരിക്കൽ ഇത് നിർബന്ധമാണ്. ഇപ്പോൾ ഏകദേശം 98% അഭ്യർത്ഥനകളും ഓൺലൈൻ ബുക്കിംഗുകളാണ്. 94% ഡെലിവറികൾ പ്രാമാണീകരണ കോഡുകൾ വഴി പരിശോധിച്ചു. ഇത് LPG വിതരണത്തിൽ ഗണ്യമായ ഡിജിറ്റൽ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.